ഇന്നിപ്പം നമ്മളെ കുടുംബത്തിലൊരു കല്യാണം നടക്കാൻ പോവുകയാണ്. ആരാ ആരാ? ആരാ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി കോഴിക്കോട് ഇറങ്ങിയതാണ്. അപ്പൊ ആദ്യം തന്നെ എന്റെ സർജറി ചെയ്തിരുന്ന ഇയറിന് നേരെ സ്റ്റിച്ച് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് സ്റ്റിച്ചൊക്കെ മുന്നിലുള്ളത് എടുത്തു, ബാക്കിലുള്ള സ്റ്റിച്ച് ഒന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. നേരെ പോകുന്നത് ബീച്ചിലോട്ടാണ്. അപ്പൊ ബീച്ചിലെത്തിയപ്പോഴേക്കും ഏകദേശം നല്ല വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ നല്ല അടിപൊളി കല്ലുമ്മക്കായ, മസാല കല്ലുമ്മക്കായ ഒക്കെ കിട്ടുന്നുണ്ടല്ലോ ഇപ്പൊ ബീച്ച് സൈഡില്. അപ്പൊ അവിടുന്ന് കല്ലുമ്മക്കായ, ചായ, പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കടികളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചായ കുടിച്ചതിന് ശേഷം നമ്മളിതാ നേരെ കടലിന്റെ അവിടേക്ക് പോയി തിരമാലക്കൊന്ന് കാണാന്ന് വിചാരിച്ചു. അപ്പോഴാണ് കേട്ടോ മഴച്ചാറിട്ടില്. പിന്നെ ബേബിക്ക് പ്രശ്നമാവില്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഏതായാലും അവിടുന്ന് കുറച്ച് ഉപ്പിലിട്ടൊക്കെ വാങ്ങി കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് ഇതാ തിരിച്ചു പോരാ കേട്ടോ. അപ്പൊ തിരിച്ചു പോരുന്ന വഴിക്കിൽ ഇതാ നമ്മൾ ഹൈലൈറ്റ് മാളിൽ കയറിയിട്ടുണ്ട്. പിന്നെ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ വരികയാണല്ലോ. അപ്പൊ എന്തായാലും ഷർട്ടും കാര്യങ്ങളൊക്കെ വേണ്ടിട്ട് പിന്നെ ഡ്രസ്സ് ഷോപ്പിംഗ് ഒക്കെ തുടങ്ങാന്ന് വിചാരിച്ചാൽ അങ്ങനെ പോയതായിരുന്നു. പോയ വഴിക്കിൽ ഇതാ മെന്റിൽ നല്ല ഓഫറൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഏതായാലും അവിടെ നിന്ന് കയറി നോക്കിട്ടോ. എല്ലാത്തിനും 50% ഓഫർ ഉണ്ടായിരുന്നു. ഭയങ്കര ക്രൗഡും ആയിരുന്നു കേട്ടോ. ഏതായാലും ഒന്ന് കയറി നോക്കാം. 2-3-4 ഷർട്ട് കിട്ടിയാലും ലാഭം തന്നെയല്ലേ. അങ്ങനെ പിന്നെ ഏതായാലും നമ്മളിതാ നോക്കി സെലക്ട് ചെയ്യാൻ നോക്കിയിട്ട് 1 ഇഞ്ച് സ്ഥലമല്ല കേട്ടോ. എല്ലാരും അതും ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ബേബിനെ ഞാൻ ഷിമുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാനും അനുവും ഇതാ തെരച്ചിലാണ് കേട്ടോ. അതിന്റെ ഇടയിൽ നമുക്ക് പറ്റിയത് ഉണ്ടോന്ന് ഇങ്ങനെ വെറുതെ ഒന്ന് നോക്കി നോക്കുന്നുണ്ട്. ക്യൂ വല്ലാത്തൊരു ക്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചു നേരം സെലക്ഷനിൽ ചെലവഴിക്കാന്ന് വിചാരിച്ചു. ആൾക്കാരൊക്കെ കുറച്ച് കമ്മിയായിട്ട് നേരെ ക്യൂവിൽ പോയി നിന്നാൽ മതിയല്ലോ. അങ്ങനെ സുൻക കുറച്ചെണ്ണം സെലക്ട് ചെയ്തു. ഞാൻ അതിലപ്പുറം വേറെ കുറെ സെലക്ട് ചെയ്ത് സുൻകാന്റെ കയ്യിൽ തികയുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ കുറെ സെലക്ട് ചെയ്ത സാധനങ്ങളൊക്കെ സുൻകാന്റെ കയ്യിൽ ഒന്ന് കൊണ്ടുപോയി ഇട്ട് കൊടുത്തോ. അങ്ങനെ ഇതാ ഇവിടെ ട്രയൽ റൂം മൊത്തം ഫുള്ളായിരുന്നു. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ തന്നെ മാറ്റിക്കോന്ന് പറഞ്ഞ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ടീഷർട്ടൊക്കെ ഇട്ട് ചെത്തി കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്നും പറയാനില്ല, എല്ലാം ഒന്നിനൊന്നും മെച്ചട്ടോ. അങ്ങനെ സുൻകാക്ക് ആവശ്യമുള്ള ഷർട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് ബില്ലൊക്കെ ചെയ്തിട്ട് ഇതാ പോവാണ്. ഇതിന്റെ ഇടയിൽ ഇതാ ഇവളുടെ ഓരോ കോപ്രായങ്ങള്, ഓരോ ഷർട്ടൊക്കെ ഇട്ടിട്ട് അവളും സെലക്ട് ചെയ്ത് നോക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് നേരെ താഴത്തോട്ട് ഇറങ്ങിയപ്പോ തന്നെ ഇസുക്കുട്ടന്റെ കണ്ണിൽ പെട്ടത് ഗെയിമിങ്ങിന്റെ സ്ഥലത്താണ് കേട്ടോ. സുൻക വേഗം അവിടുന്ന് തടി തപ്പി എടുത്ത് കൊണ്ടുവന്ന് നിന്ന് നേരെ ഇതിന്റെ ചോക്ലേറ്റിന്റെ അടുത്തും. അങ്ങനെ ഈ നമ്മുടെ സ്ട്രോബെറി ഒക്കെ ഡിപ്പ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് അവന് വേണമെന്ന് വാശി പിടിച്ചപ്പോ ഏതായാലും അവർക്ക് എല്ലാവർക്കും കൂടി വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പഞ്ഞിമുട്ടായും കഴിച്ചു. അങ്ങനെ ഓരോന്നും ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് അവസാനം പുഡിങ്ങുമെത്തി. അതൊക്കെ കഴിഞ്ഞതാ നല്ല അടിപൊളി ഷവർമ റോളും കഴിച്ചു കേട്ടോ. ഇതെല്ലാം കൂടി ചാരത്തിലേക്ക് കുത്തി നിറച്ച് പോകുന്നത് ഒരു സിനിമ കാണാനാണ്. അങ്ങനെ എല്ലാം വയറൊക്കെ നിറഞ്ഞ് കണ്ടാല് അപ്പോഴേക്കും ഓവർ വിശക്കാതിരിക്കുള്ളൂ കേട്ടോ. അങ്ങനെ അടിപൊളി ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഏകദേശം കുറച്ച് നൈറ്റ് നേരം വൈകിയപ്പം വീണ്ടും വിശക്കാൻ തുടങ്ങി. നമ്മൾ ഓർഡർ ചെയ്തത് നല്ല അൽഫാം മതിയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു ഞങ്ങൾ എല്ലാവരും കൂടി മടങ്ങിട്ടോ.